പോകുന്നത് മുട്ട കൊണ്ട് റെസിപ്പി കുഴിമന്തി മുട്ടമന്തി. അപ്പൊ അപ്പൊ നമുക്ക് റെഡി. മെത്തഡ് ഗേൾഫ്രണ്ട് തുമ്മല ഗേൾഫ്രണ്ട് എന്തിരി നിന്നി നന്ന നന്ന മെത്തഡ് ഗേൾഫ്രണ്ട് അനിനി ഗേൾഫ്രണ്ട് എന്തിരി നിന്നി നന്ന നന്ന പാട. അപ്പൊ ഇത് ഹിന്ദി സോങ് ആണ്, വേറെ ലാംഗ്വേജ് ഒന്നും അല്ല. പാടിയത് മെത്തഡ് ഗേൾഫ്രണ്ട് പറഞ്ഞ പാട്ടല്ലേ, നല്ല അടിപൊളിയായിട്ട്. ഹിന്ദി കേട്ടാ ഹിന്ദി जो हमारे पीछे है. ഹിന്ദി പഠിച്ചത് എവിടെന്ന് വെച്ചാല് പകുതി കൊച്ചു ടിവിയിലല്ല മറ്റേ പോകോലുള്ള ഒരു കാർട്ടൂൺ ഉണ്ട്, അത് കണ്ടിട്ടു. പിന്നെ അതേപോലെ ഇപ്പൊ പബ്ജി കളിച്ചിട്ടില്ലേ ബംഗാളികൾക്കും, നമുക്ക് നല്ല ഹിന്ദി സംസാരിക്കും. എന്തിപ്പോ അന്ന് ദിവസം കളിക്കുമ്പോ അവിടെ നിന്നാണ് ഹിന്ദി സംസാരം കേൾക്കണേ. അവിടെ ചെന്ന് നോക്കുമ്പോ പറയണ്ടേ ഭായി ഇതാവോ ഇതാവോ. പപ്പ എന്നും പൈസ പൈസന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ദിവസം ഈ പപ്പ ഇടക്കിടക്ക് എനിക്ക് 10 രൂപ കൊടുക്കേ. അപ്പൊ ഒരു ദിവസം 10 രൂപ പപ്പ കൊടുത്തപ്പോ ഓൻ ചോദിക്കണേ എന്താ ഈ പപ്പക്ക് എന്നും ഈ എന്നും ഈ പപ്പക്ക് 10 രൂപ മാത്രം തരാന്, പിന്നെ നമുക്ക് എത്ര വേണ്ടു 100 രൂപയൊക്കെ തരണ്ടേ, എന്നാലും നമുക്ക് സാധനം വാങ്ങാൻ പറ്റുക. ഓനക്ക് പറഞ്ഞില്ലല്ലോ. ഒരു ദിവസം പേഴ്സിന്ന് 500 രൂപ എടുത്ത് ഇങ്ങനെ അല്ലേ ഋഷു എന്തിനാന്ന് അറിയുന്നത് JCB ഇതൊക്കെ വാങ്ങാനാണ് അല്ലേ ഋഷ? 500 JCB 100 ഋഷിന് പൈസ കൊടുക്കാനൊന്നും കുഴപ്പമില്ല. പ്രശ്നം എന്താ വെച്ചാല് പൈസനെ സ്നേഹിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കും, എങ്ങോട്ട് പോകുമ്പോൾ അതും പിടിച്ച് നടക്കും. ഇത് അവസാനം കുറച്ചു നേരത്തിന് വെള്ളം ഉണ്ടാവാൻ പൊലിക്കും, പിന്നെ അത് ചിലപ്പോ മുറ്റത്തൊക്കെ വെക്കും. ചിലപ്പോ മുറ്റത്തും വെക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവത വെച്ചോ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവതാണ് നല്ല ബൗളിലൊക്കെ വെച്ചോ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. മുട്ടമന്തി ട്ടോ. അപ്പൊ നമുക്ക് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് മുട്ട ഉണ്ടാവുമല്ലോ. സാധാരണ എല്ലാരും അങ്ങനെ ചെയ്യല് തോന്നുന്നു. ചിക്കനും മട്ടനും വെജിറ്റബിൾസും ഒന്നും ഇല്ലാത്ത സമയത്ത് കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കണത് എഗ് കൊണ്ടാക്കണം. അപ്പൊ എഗ് കൊണ്ട് ഉണ്ടാക്കുമ്പോ നമുക്ക് മന്തി ഉണ്ടാക്കാലോ. പിന്നെ മന്തിക്ക് അധികം ചേരുവകളൊന്നും വേണ്ടല്ലോ. അപ്പൊ അങ്ങനെ മുട്ടമന്തി ഉണ്ടാക്കി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മുട്ടമന്തി ഉണ്ടാക്കുന്നത് നോക്കാം. മുട്ടമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 മുട്ട ഇവിടെ നല്ല പോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു പിഞ്ച് ഗരം മസാല ഉണ്ടോ, 1/4 ടീസ്പൂണിലും പകുതി മതി ഗരം മസാല. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് പാകത്തിന് എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ മുട്ടമ്മ നല്ല പോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലും വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഈ മസാല ഈ മുട്ടമ്മ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നിട്ടൊരു 15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ടൈം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാനിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ അത്യാവശ്യം വേണം കേട്ടോ, നല്ല മന്തി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യൂബ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ഉണക്ക നാരങ്ങ, 2 കറുവപ്പട്ട, പിന്നെ ഒരു 5 ഏലയ്ക്ക് 5 ഗ്രാമ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ക്യൂബ് അതിൽ കിടന്ന് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. എണ്ണയുടെ ചൂടുകൊണ്ട് ക്യൂബൊക്കെ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ മാഗി ക്യൂബ് ചേർക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടുകൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ തക്കാളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. 2 തക്കാളി മിക്സിയിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണിത്. അപ്പോൾ ഈ തക്കാളിയുടെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്.
പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണൊക്കെ മതി, കൂടുതലൊന്നും വേണ്ട. ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള മസാലയോട് കൂടി വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. മുട്ട മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബൗളിൽ ബാക്കി മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പതുക്കെ ശ്രദ്ധിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ മസാലയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ചോറ് വേവിച്ചെടുക്കാം കേട്ടോ. രണ്ടും ഒരേ ടൈമിൽ ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈം നമുക്ക് ലാഭിക്കാം. അപ്പോൾ അതിനുവേണ്ടി വെള്ളം ഇവിടെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 5 ഏലയ്ക്ക, 5 ഗ്രാമ്പൂ, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ചോറ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഉപ്പിടണം. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടത് ബസ്മതി റൈസാണ് കേട്ടോ. സെല്ല ബസ്മതി റൈസ്, നല്ല നീളമുള്ള അരി വേണം എടുക്കാൻ. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് കേട്ടോ. കാരണം ഇത് ബ്രൗൺ കളറിലുള്ള അരിയായിരുന്നു, അതുകൊണ്ടാണ്. വൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറൊക്കെ കുതിർത്താൽ മതിയാകും. അപ്പോഴൊക്കെ തന്നെ നല്ല പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ നമ്മളിനി ഇത് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ റൈസ് ഇവിടെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണ്ട കേട്ടോ, ഇനി തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് വേവുന്നത് വരെ നമ്മൾ റൈസ് വേവിച്ചെടുക്കണം. ഒരു 90% വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ റൈസൊക്കെ ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചോറ് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ചോറ് ഇതിലേക്ക് ഇടുന്നതിന് മുമ്പ് ഇതൊന്നും കൂടി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടോട് കൂടി വേണം നമ്മൾ മുട്ടയുടെ മസാലയിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ മുട്ട മസാല ഉണ്ടാക്കുന്നതും ചോറ് വേവിക്കുന്നതും ഒരുമിച്ചാവുമ്പോൾ നമുക്ക് മസാലയിലോട്ട് വേഗം തന്നെ ചോറ് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് കളറിന് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമുക്ക് മന്തിയൊക്കെ ആകുമ്പോൾ നല്ലൊരു സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി ഓയിൽ ഒഴിക്കണം കേട്ടോ, എന്നാലാണ് ചാർക്കോളിൽ നിന്ന് നല്ല പോലെ ഒരു പുക വരുള്ളൂ. അപ്പോൾ ചാർക്കോൾ ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, ചിരട്ടക്കനൽ കത്തിച്ചിട്ടിട്ടാലും മതി. എന്നിട്ട് ഇതുപോലെ ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് കവർ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ആവി പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ചാണ് കവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂടി വെച്ച് കവർ ചെയ്താൽ മതി. പിന്നെ ഒരു വെയിറ്റൊക്കെ വെച്ച് കൊടുത്താലും മതി കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക്. പിന്നെ ഇതുപോലെയുള്ള ഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ആവി കൊള്ളിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ 5 മിനിറ്റ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് വേണം നമ്മളിത് ദം ചെയ്തെടുക്കാൻ. അപ്പോൾ 10 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് തുറക്കുന്നത്. അപ്പോൾ ചാർക്കോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇനി റൈസും മസാലയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. നമ്മളിതിൽ അടിയിൽ ചേർത്തിട്ടുള്ള സൺഫ്ലവർ ഓയിലൊക്കെ ഈ ചോറുമായിട്ട് നല്ല പോലെ മിക്സ് ആവണം. പിന്നെ നമ്മൾ ചോറ് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, മുട്ട ഉടയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ അരികിൽ നിന്ന് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ മുട്ടയും മസാലയും ഒക്കെ നന്നായിട്ട് ചോറുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നോക്കൂ, നമ്മുടെ മുട്ട നല്ലൊരു ഫ്രൈ ചെയ്ത ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ റൈസ് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മന്തിയൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും മന്തി ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ച്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ചോറും മസാലയൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ചിക്കനും ബീഫും മട്ടനും അതുപോലെ വെജിറ്റബിൾസും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട വെച്ചിട്ട് നല്ല അടിപൊളി കിടിലൻ മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ചൂടോട് കൂടി തന്നെ മന്തി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പിന്നെ നമ്മൾ മന്തിയൊക്കെ നല്ല ചൂടോട് കൂടി കഴിക്കണം കേട്ടോ, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ്. തണുത്ത് കഴിയുമ്പോൾ ആ ചൂടോട് കൂടി കഴിക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ചോറ് കൊടുത്തിട്ട് അവരുടെ അഭിപ്രായമൊക്കെ ഒന്ന് നോക്കാം. ഞങ്ങള് ഭക്ഷണം കിട്ടിയപ്പോ പിന്നെ ഒന്നും കൊണ്ടുവന്നില്ല അല്ലേ? പക്ഷെ ഭക്ഷണം കിട്ടിയപ്പോ ഒന്നും കൊണ്ടുവന്നില്ല. ഞാനൊക്കെ വെള്ളമുട്ടിയും ഇതൊക്കെ. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ആ ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം. അപ്പൊ മറ്റൊരു കിടിലൻ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.